മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ, നമുക്കറിയാവുന്ന ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അർത്ഥമൊക്കെ നമ്മൾ പറയുന്നതാണ്. അല്ലാഹു മഹാപരിശുദ്ധൻ, വബിഹംദിഹി അവനെ സ്തുതിക്കുന്നതോടൊപ്പം അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ഒക്കെ നമ്മളെപ്പോഴും പറയുന്നതാണ്. തസ്ബീഹ് ചൊല്ലുക, സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് അവർ നിരക്കാത്തത് ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടോ അതിൽ നിന്നൊക്കെ അള്ളാഹ് വിശുദ്ധനാണെന്നാണ് നമ്മളാ പറയുന്നത്. ഒരു ന്യൂനതി എൻ്റെ റബ്ബിനില്ല. സുബ്ഹാനല്ലാഹ് വബിഹംദിഹി. ഫീ യൗമിൻ, ഒരാൾ ഒരു ദിവസത്തിൽ മിഅത മറ, പടി 100 മറയാണ്, 100 തവണ പറഞ്ഞാൽ ഹുത്തത്ത് ഖതായാഹു, ഹുത്തത്ത് നീക്കപ്പെടുന്നതാണ്, പൊറുക്കപ്പെടുന്നതാണ്, ഖതായാഹു അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്, വ ഇൻ കാനത്ത് ആ പാപങ്ങളായാലും ശരി, മിസ്ല സബദിൽ ബഹരി സമുദ്രത്തിലെ നുരക്ക് സമാനമായത്. സബദ് എന്ന് പറഞ്ഞാൽ നൊരയും പതിയും. സമുദ്രത്തിലെ നുരക്കും പതക്കും കണക്കുണ്ടാവും. അത്രയും നൊരയും പതിയല്ലേ സമുദ്രത്തിലുണ്ടാവുക. അപ്പൊ സമുദ്രത്തിലെ നുരയോളം ഒരാളുടെ പാപങ്ങൾ ഉണ്ടെങ്കിലും ആ പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ ചൊല്ലിയാൽ ഇത് നമ്മൾ ഡെയിലി പതിവാക്കണം. ഇവിടെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് മാത്രമാട്ടോ 100 പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മറക്കരുത്. എന്ത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണ്, നാവുകൊണ്ട് പറയാൻ എളുപ്പമാണ്, മീസാന് വലിയേക്കാനാണ്. അവിടെ എണ്ണം പറഞ്ഞിട്ടില്ല. എത്രയും ചൊല്ല. ഇതും നമുക്ക് എത്രയും ചൊല്ല. പക്ഷെ 100 തികക്കാൻ ആ 100 കൃത്യമായിട്ടാണ് ചൊല്ലുക. അപ്പം അത് ആ എണ്ണം പറഞ്ഞതുകൊണ്ട് ആ എണ്ണത്തിൻ്റെ പ്രത്യേകത. പിന്നെ നമുക്ക് സമയ സൗകര്യത്തിനനുസരിച്ച് എത്രയും സുബ്ഹാനല്ലാഹി വബിഹംദിഹി പറയാം. ഇതിനൊക്കെ വലിയ മഹത്വമാണ്. സമുദ്രത്തിലെ നുരയോളവും പതയോളവും പാപങ്ങൾ ഉണ്ടെങ്കിലും പൊറുക്കപ്പെടും എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ചെറുദോഷങ്ങളാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ സൽക്കർമ്മങ്ങൾ മുഖേന പൊറുപ്പിക്കപ്പെടും എന്ന് പറയുന്ന പാപങ്ങളൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നത് അസ്വഗായിർ, ചെറുദോഷങ്ങളാണ്. വൻ പാപങ്ങൾക്ക് കബായിർ എന്നാണ് പറയുക. അത് ഇത്തരത്തിലുള്ള ദിക്റുകൾ മുഖേന അല്ലെങ്കിൽ കർമ്മങ്ങൾ മുഖേന എന്താവൂല, പൊറുപ്പിക്കപ്പെടുന്നതല്ല, അത് പൊറുക്കപ്പെടുന്നതല്ല. അതിന് നമ്മൾ എന്ത് തന്നെ ചെയ്യണം? തൗബ തന്നെ ചെയ്യണം. അതിന് നമ്മൾ തൗബ ചെയ്യണം. തൗബ ചെയ്യാതെ തന്നെ ചെറുദോഷങ്ങളൊക്കെ ഇത് മുഖേന പൊറുക്കപ്പെടുമെങ്കിൽ വൻ ദോഷങ്ങൾ അള്ളാഹുവിനോട് പ്രത്യേകം എടുത്തു പറഞ്ഞ് തൗബ ചെയ്യുന്ന വേണം. ശിർക്ക്, അതേപോലെ മറ്റേതൊക്കെ വൻപാപങ്ങളുണ്ടോ ഒക്കെ. അതാണ് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം.